ഹലോ ഗൈസ്. ഹലോ. അപ്പോൾ നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ പേരിനെ പറഞ്ഞു തുടങ്ങാം. അവിടെ പോഡ്കാസ്റ്റിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാല് ആഭാസം എന്നാണ്. ഹർഷ ഭാരത സംസ്കാരം ടോക്സ്. നമ്മള് സംസ്കാരം വിട്ടൊരു ടോക്കിലേക്ക് പോയില്ല. അതാണ് അതിന്റെ നമ്മുടെ ഭാരതീയമായ ഒരു സംസ്കാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ടായാലും പറയൂ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എന്താണ് ടോപ്പിക്ക് നമ്മുടെ ഭാരതീയ ഭക്ഷണത്തെ കുറിച്ചല്ലേ? അതെ. ഓരോ സ്ഥലത്തായാലും ഓരോ രീതിയിലാണ് ഭക്ഷണ രീതികൾ. ഇപ്പൊ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ തന്നെ ഉണ്ട് ഭക്ഷണത്തിന്, അല്ലേ? അതെ. അതുപോലെ തന്നെ ഈ വെസ്റ്റ് ഇന്ത്യൻ ആ ഭാഗത്തും ഇപ്പൊ ഈ ബംഗാൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ മാതിരി ഫുഡ് കൾച്ചർ ഭയങ്കര വ്യത്യാസമാണ്. അവിടെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാ രീതിയിലുള്ള ഫുഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം എത്തുന്നത്. അതെ, നമ്മളെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പ്രശ്നമൊന്നുമില്ല. നമ്മള് ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ, നമ്മളെ പ്രശ്നങ്ങൾ തെറ്റുകൾ ഉണ്ടാവും. ഓക്കെ. അതെ അതെ. ഇവന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇവന് സ്വന്തമായിട്ടൊരു ഏലക്ക ബിസിനസ് കമ്പനിയുണ്ട്. സോ ഇവൻ എന്തുകൊണ്ടും ഫുഡിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് ആപ്റ്റാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവനെ നമ്മളിന്ന് ഗസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനോട് നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഭയങ്കര നാണാന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായല്ലോ. സത്യം പറഞ്ഞ ആളൊരു സെൽഫ് മെയ്ഡ് മില്ലേനിയർ ആണ്, പക്ഷെ പുറത്തെവിടെയും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പെട്ടി നിറച്ച് പൈസയാണ്, പുറത്തെടുക്കാറില്ല. 2 ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാക്ട്ലി കൺവേർട്ട് ആയി വരുന്നേ ഉള്ളൂ. ലിക്വിഡ് ഗോൾഡ് ആണ്. ലിക്വിഡ് ഗോൾഡ് എക്സാക്ട്ലി, ഏലക്കായ ലിക്വിഡ് ഗോൾഡ് പാറി. ഇപ്പം കിലോയ്ക്ക് 2200 രൂപയാണ്. 2000 പ്ലസ്. സത്യം പറഞ്ഞാൽ ഏലക്കായ ഒരു സോളിഡ് ആയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ലിക്വിഡ് ഗോൾഡ് ആയിട്ട് വിളിക്കുന്നത്? ലിക്വിഡ് ഗോൾഡ് ആയിട്ട് വിളിക്കാൻ കാരണം അതിന്റെ റേറ്റും കൊണ്ട് തന്നെയാണ് ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്നത്. കയ്യിലുള്ള മണിക്ക് ലിക്വിഡ് മണി എന്ന് പറയില്ല. എന്താണ് ഈ പറയുന്നത്? അല്ല, അത് കുഴപ്പമില്ല, അത് അവന് അറിയാത്തോണ്ട് സംശയം ചോദിച്ചിട്ട് തെറ്റ്. അല്ല, എന്റെ അറിവില് പെട്രോൾ ആണ് ശരിക്കുള്ള ലിക്വിഡ് ഗോൾഡ്. ഏലക്കായ 110 രൂപയുള്ളൂ ലിറ്ററിന്. ഇതിനൊരു കിലോയ്ക്ക് 2200 രൂപയാണ്. പക്ഷെ ലിറ്ററും കിലോഗ്രാം വേറെ വേറെ അല്ല, വെയിറ്റ് സെയിം ആണ്. അതെ അതെ. അപ്പൊ 1 കിലോ എന്ന് പറയുന്ന ലിറ്റർ ആണോ നിങ്ങളെ വാദ്യം? അതെ, എന്റെ വാദം അത് തന്നെയാണ്. 1 കിലോ വെള്ളം എടുത്ത് നീ തൂക്കി നോക്കിയാൽ 1 ലിറ്റർ ഉണ്ടാവും. അതെ. അതിനെ കുറിച്ച് എന്തെങ്കിലും കോൺട്രവേഴ്സ്യൽ ടോക്സ് ഉണ്ടോ? ഇല്ല. അത് കാരണം സത്യമാണ്. 1 കിലോയുടെ കല്ലിനാണോ 1 കിലോയുടെ പഞ്ഞിക്കാണോ തൂക്കം കൂടുതൽ? 2 കിലോ അല്ലേ? പക്ഷെ പഞ്ഞിയും കല്ലും അല്ലേ? അത് ഈ ബുദ്ധി ഇല്ലാത്തവരുടെ ഇടയ്ക്ക് ചോദിക്കുന്ന ടോക്സ്. നമ്മൾ ഇച്ചിരി കോൺട്രവേഴ്സി ഞാൻ പറഞ്ഞു. അധികം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ. എന്റെ ഒരു ഇതെന്താ വെച്ചാ, താങ്കളുടെ നാട് എവിടെയാണ്? ഇടുക്കിയിലെ ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്ന ഏലക്കായ തന്നെയാണ് ഗൈസ്. കാരണം ഇവന്റെ ടൗണിൽ നമുക്ക് ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല. നമുക്ക് പെട്രോൾ കിട്ടണമെങ്കിൽ ബ്ലാക്ക് കിട്ടും. ബ്ലാക്കിന് മേടിക്കേണ്ട ഒരു അവസ്ഥ വരെ നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പെട്രോള് കുപ്പിയില് 130 രൂപ 140 രൂപ റേഞ്ച്. പക്ഷെ അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് അതൊന്നും ഒരു പൈസ അല്ല. കാരണം കോടികളുടെ ബിസിനസ് നടക്കുന്ന ഇടയ്ക്ക് 130 രൂപ ഏലക്കായ എന്ന് പറയുന്നത് ലിക്വിഡ് ഗോൾഡ് ആണ്, പെട്രോൾ അല്ല ലിക്വിഡ് ഗോൾഡ്. ഒരു 130 രൂപ പ്രൈസ് അല്ല, വലിയ പ്രൈസ് അല്ല. ചുമ്മാ ഇവര് ഡെയിലി ഓരോ മണിക്കൂറിൽ ചിലവാക്കുന്ന പൈസ അതൊക്കെ അത്രേ ഉള്ളൂ. ആളുടെ കയ്യിൽ ഫോൺ ഏതാന്ന് ആരും അറിയില്ലല്ലോ. അല്ലേ, പറയാൻ താല്പര്യപ്പെടുന്നില്ല. പൈസയുടെ ഹുങ്കാന്ന് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇവന് ഫോണിൽ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പോ ആ ഫോൺ ഇപ്പൊ ഇറങ്ങുന്നും കൂടിയില്ല. അതെ, കാര്യം അത് ഞാൻ എക്സ്ക്ലൂസീവ് പുറത്ത് പറയാം. അപ്പൊ എല്ലാം വിടാം, നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് കിടക്കാം. ഫുഡിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ പറയുന്നത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇന്ത്യൻ ഫുഡ് മാനേഴ്സും പുറത്തുള്ള ഫുഡ് മാനേഴ്സാണ്. ബാക്കിയുള്ളവരുടെ വിചാരം നമ്മൾ ഈ കൈ കൊണ്ട് കഴിക്കുന്നത് ഒരു അഗ്ലിനെസ് എന്നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ കൈയാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഒരു ടൂള്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറയാൻ പറ്റത്തൊന്നുമില്ല. നീ ഫുഡ് കഴിക്കണേ വൃത്തിക്ക് കൈകാറുണ്ടോ? പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകാണ്ട് കൈ തന്നെ വഴിക്ക് ഇവിടെ പിടിക്കുമ്പോൾ അവിടെ പിടിക്കാം. അന്നേരം നിന്റെ കൈ പിന്നെയും ബാക്ടീരിയസ് ആവും. അപ്പൊ ഞാൻ പിന്നെയും പോയി കഴിക്കിട്ട് വരും. ഹൈജീനിന്റെ കാര്യത്തിൽ ഈ പറയുന്ന കൈ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്തു വന്നൊരു മാനർ ഉണ്ട്. നമ്മളിപ്പോൾ ജനിച്ച നമ്മുടെ സ്പീഷീസ് ഉണ്ടായപ്പോൾ തൊട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെയിനായിട്ട് ആശ്രയിക്കുന്ന കൈകളെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴുള്ളതാണ് പരിഷ്കാരികളാണ് ഈ പറഞ്ഞ സ്പൂണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. നമ്മുടെ ഇന്ത്യ അത്രത്തോളം പരിഷ്കരിച്ച് വന്നിട്ടില്ല. അതുകൊണ്ടാണ് മെയിൻലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പൂൺസും ഫോർക്കൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അത്ര നോർമലൈസ് ചെയ്യാത്തത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഗ്ലൗസിൻ്റെ കാട്ടും വൃത്തി നമ്മളെ സ്വന്തം കൈകൾ തന്നെയാണ്. പക്ഷെ ഗ്ലൗസ് ഇട്ട് ആരും ഫുഡ് കഴിക്കാറില്ല.
ഗ്ലൗസ് ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഫുഡ് കഴിക്കാറുണ്ട്, ശരിയാണ്. അതില് അല്ല, ഗ്ലൗസ് ഇട്ട് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. ഫുഡ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഗ്ലൗസ് ഇട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും വൃത്തി നമ്മളെ സ്വന്തം കൈകൾ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ട്. അത് പറയാൻ പറ്റില്ല ഹംസ. അതെന്താ ഹംസ അല്ല, സോറി റിഹാബ്, സോറി ഞാൻ പേര് അറിയാതെ മാറിയാണ്. ഞങ്ങള് സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ പലതും ഉണ്ടാകും, നിങ്ങൾ ആരും വിളിക്കാൻ നിൽക്കരുത്. ഓക്കെ അതെ ഓക്കെ. അപ്പോ റിഹാബ് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു നീ പറയുന്നു ഗ്ലൗസ് ഇട്ടാണ് ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ മെയിൻലി ഷെഫ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഷ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, അവരുടെ കയ്യിൽ പലതും ആവും. ഇപ്പോൾ മീൻകറി ആണെങ്കിൽ മീൻകറി ആവും, അത് കഴിഞ്ഞിട്ട് വേറെ എന്തായാലും ഉണ്ടാക്കുന്നതാണ് അതാവും. അപ്പോൾ അതും ഇതും മിക്സ് ആവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഗ്ലൗസ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാൻ പറ്റില്ല. ഈ ഗ്ലൗസ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടിട്ട് ഒരു 100 കണക്കിന് ഗ്ലൗസിന്റെ ഇടയിൽ നിന്ന് 2 ഗ്ലൗസ് എടുക്കുന്നതാണ് ഈ ഗ്ലൗസ് ഇടല്. അതിലും ഭേദം നമ്മളെ സ്വന്തം കൈ കഴുകിയിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് ചെയ്യുന്നല്ലേ. എല്ലാ പ്രാവശ്യവും സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് നടപടിയാവുന്ന ഒരു കേസല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നടപടി ആക്കണ്ടേ? നടപടിയാക്കണ എന്തോരം വെള്ളം വേണം താങ്കൾക്ക്? ഇപ്പോൾ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് വേണ്ടേ? വല്ലാണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ആഭാസം ടോക്സിലേക്ക് സ്വാഗതം. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാര്യം പറയുന്നത്. വെയിറ്റ് അതിനു മുന്നേ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. ആ പടത്തിൽ എന്താ വെച്ചാൽ ഞാൻ അതിലെന്താ പറയുന്ന വെച്ചാല് ഇതൊന്ന് പറഞ്ഞോട്ടില്ലേ. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചാൽ ഒരു കപ്പിളും 2 കുട്ടികളും നോർവേയിലേക്ക് മാറുന്നു. അപ്പൊ അവരവിടെ താമസിക്കുന്നത്. അപ്പൊ ഈ നോർവേ എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത ഒരു 4 മാസത്തേക്ക് നമ്മളെയും നമ്മളെ കുട്ടികളെ അവർ വന്നിട്ട് ഇങ്ങനെ ഓരോ വീക്കിലും 2 ആൾക്കാരുണ്ട് നമ്മളെ ഇൻസ്പെക്ട് ചെയ്യും, വിസിറ്റ് ചെയ്യും. നമ്മളെ ഇങ്ങനെ ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് അങ്ങനെയൊക്കെ നോക്കും. എന്നിട്ട് നമ്മളുടെ വളർത്തുന്ന രീതി ശരിയല്ലെങ്കിൽ അവർ ഈ കുട്ടികളെ നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അതില് എക്സാക്ട്ലി. അപ്പൊ അതിലെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവർ ഇന്ത്യൻ പാരന്റ്സ് അല്ലോ ഒന്നാമത്. അപ്പൊ ഇവര് പിള്ളേരെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ സ്വന്തം കൈകളോടുണ്ടാ. അവർ വിചാരം എന്താ, ഒരു അമ്മേന്റെ കൈയാണ് ഏറ്റവും കൂടുതൽ ഒരു ഇതുള്ള. പക്ഷെ ഈ നോർവേക്കാർ അങ്ങനെയല്ല കാണുന്നത്. അവർ വിചാരം ഈ സ്പൂണും ഫോർക്കും ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര വൃത്തികേടാണെന്നാണ്. ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞ് പിള്ളേരെ ഓർഫനേജിലാക്കിയെന്നാണോ താങ്കൾ പറഞ്ഞത്? യെസ്, എക്സാക്ട്ലി. അങ്ങനെ കൈകൊണ്ട് ഫുഡ് കൊടുത്തോണ്ട് ആ പിള്ളേരെ അവർ കപ്പിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ വൈഫ് ഒരു 2-3-9 കൊല്ലത്തോളം അതിനുവേണ്ടി വാദിച്ചു, പ്രശ്നങ്ങളാക്കി. ഇന്ത്യൻ ഫുഡ് കൾച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. താങ്കളെ ബാക്കിൽ മറ്റേ ഫോർക്കും സ്പൂണും പുറത്തുള്ള കേസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിഫ്ലക്റ്റ് ആയി പോയത്. പക്ഷെ നമ്മളൊരു ഓക്കെ, നമുക്കിനി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാലോ. മലബാർ കോഴിക്കോടൻ എന്റെ അള്ളിയാ ഈ ബാസം ടോക്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ കണ്ണൂര് ആൾക്കാർ തന്നെ പറയാം മലബാർ ഫുഡിനെ പറ്റി. ഞാൻ പേഴ്സണലി ഒരു കണ്ണൂരാണ്. പക്ഷെ കണ്ണൂർ പ്രോപ്പർ കണ്ണൂരല്ല, പട്ടിക്കാട്ടിലാണ്. നമ്മുടെ വയനാട് ബോർഡറാണ്, കൊട്ടിയൂർ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ പറയുന്നത് ഏറ്റവും ആപ്റ്റ് സംസാരിക്കാൻ ഹംസയായിരിക്കും, അവനാണ് പ്രോപ്പർ കണ്ണൂരിലുള്ള. ഞാൻ പറയുന്ന കണ്ണൂരിന്റെ ഹൃദയത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കണ്ണൂരിന്റെ ഹൃദയം എന്ന് പറയുന്നത് കണ്ണൂർ എയർപോർട്ടിലെടുത്താണ്, അതായത് മട്ടന്നൂര്. ഞാൻ സ്വന്തം നമ്മളെ 5-6 കൊല്ലം ആവുന്നേ ഉള്ളൂ, അവന്റെ ഹൃദയം എന്ന് പറയാറായിട്ടില്ല. ഓക്കെ, എന്നാ പിന്നെ കണ്ണൂരിന്റെ കേരളമേര് സോറി, അത് ബ്ലീപ്പ് ആണ്. സോറി, അവന് കണ്ണൂരിന്റെ മൂലയാണ് അറിയത്തില്ല. നീ പറഞ്ഞു കണ്ണൂരിന്റെ മൂല ആർക്ക്? അവൻ മൂലയല്ലേ, അറിയത്തില്ല അതിനെ പറ്റി. നീ ഇവൻ കാട്ടിലേ അല്ല, ഇടുക്കിയല്ലേ? കാടുകളിലാണ്. കാടുകളുടെ നടുക്ക് ഒരു ചെറിയ കുടിലുണ്ട്. കുടിലിന്റെ ബാക്കിൽ ഒരു വ്യവസായമുണ്ട്, കുടിൽ വ്യവസായത്തിലാണ് ഈ പറഞ്ഞ ഏലക്ക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെയും വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വെൽക്കം ടു ആഭാസം ടോക്സ്. സംസാരിക്കട്ടെ. അപ്പൊ കണ്ണൂരിലൊക്കെ നമ്മളൊരു പെണ്ണുകാളിനൊക്കെ പോയി എന്തോരം കടി ഉണ്ടാവോ, ഏതാ തിന്നണ്ടേന്നൊരു ഇതുണ്ടാവില്ല. അതെ, ഇപ്പൊ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ ഉമ്മാമാന്റെ സിസ്റ്റർ മരിച്ചതിന്റെ 40 ഉണ്ടായിരുന്നു. എന്തോരം കടിയാളിയാ, കടി ഉന്നക്ക. സമൂസയൊന്നല്ല, സമൂസൊക്കെ വെറും ബേസിക് ആണ് അവിടെ. അവിടെ എന്തൊക്കെയാ വെച്ചാൽ ഉന്നക്കായ്, ഉണ്ണിയപ്പോ, ഭയങ്കര വെറൈറ്റി. ഈ മുട്ടമാല കണ്ടിട്ടുണ്ടോ? മുട്ടമാല ഞാൻ ഇഷ്ടപ്പെട്ടു. നിക്ക് മുട്ടമാല എന്താന്ന് അറിയില്ല. മുട്ടമാല എന്ന് പറയുമ്പോ നടുക്കൊരു വൈറ്റ് കളർ എന്നുവെച്ചാൽ ഈ മുട്ടേന്റെ പാർട്സ് ഇല്ല, അതായത് മുട്ടേന്റെ വൈറ്റും മുട്ടേന്റെ യോക്കും അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ മുട്ടമാല. അപ്പൊ അതിന്റെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ യെല്ലോ കളർ സ്പ്രിങ്കിൾസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, സേമിയം പോലെ കാണുമ്പോൾ. നടുക്ക് പക്ക വൈറ്റ് എഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. മലബാറി സൈഡിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എക്സാക്ട്ലി, പ്രോപ്പർ മലബാറിലാണെങ്കിൽ നമുക്ക് നല്ല.
പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ണിയപ്പാണ്. ഉണ്ണിയപ്പല്ല, സോറി, ഉന്നക്കായ്. ഉന്നക്കായ് എന്താ പറയുക? ഉന്നക്കായ് അറിയാം, നീ ഒരു പ്രാവശ്യം നീ കൊണ്ടുവന്നിട്ടുണ്ട്. ഉന്നക്കായ് എന്ന് പറയുന്ന ഈ പഴം ഉണ്ടല്ലോ, പഴം നമ്മൾ മാഷ് ചെയ്തിട്ട് പഴത്തിന്റെ ഉള്ളിൽ നമ്മൾ തേങ്ങ ഇറക്കും. തേങ്ങയും പഞ്ചസാരയും, ചിലവർ ശർക്കര ഇടും, പഞ്ചസാര കോമൺലി ഇടാം. പഞ്ചസാര കോമൺലി ഇടും. ഓ, അതെന്ത് ടേസ്റ്റ് അറിയാം. അതിന്റെ ഉള്ളിൽ കുറച്ച് കശുവണ്ടിയും. അതുപോലെ കൽമാസ് അറിയത്തില്ല. ഇടുക്കിയിൽ നിന്നൊക്കെ വന്നാൽ എന്ത് കൽമാസ്. നമുക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു 5 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ 6ാമത് ഇനിയും കഴിക്കാൻ തോന്നും. അതാണ് കൽമാസ്. അതുപോലെ തന്നെ പല സ്റ്റൈലിൽ ഉണ്ടാക്കാം നമുക്ക്. ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. കൽമാസ് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ അരി ഉണ്ടല്ലോ, അത് ദോശമാവ് പോലെ, ദോശമാവ് അത്ര അല്ല, എന്താ ഒറോട്ടീൻ്റെ ഇതുപോലെ. അപ്പോൾ ഒറോട്ടി മാവ് ആക്കിയിട്ട് ആ ഒറോട്ടി മാവിന്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ മസാല, ഫിഷ് മസാല, ബീഫ് മസാല അത് ഫില്ല് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് ഫുള്ള് മുളക് പൊടി ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്യുക. അരിക്കെടുക്ക. ഓ, അരിക്കടക്ക അളി, അത് അടിപൊളി സാധനം. വെൽക്കം ടു ആഭാസം. അരിക്കടുക്ക, അരിക്കുടുക്കല്ല, അരിക്കടുക്ക. അരിക്കടുക്ക എന്താ വെച്ചാൽ കല്ലുമക്കായി എന്നും പറയും ചിലര്. എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രോപ്പർ കോഴിക്കോട് നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അരിക്കടുക്കയില്ല, അതാണ് സംഭവം. അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മാതിരി അവനും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. അരിയുടെ ഒരു മിക്സ്ചർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളെ കല്ലുമ്മക്കായി ഇല്ല, കല്ലുമ്മക്കായി ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി മുളകും മഞ്ഞപ്പൊടിയും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാനിലേക്ക് അത് ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യും. ദെൻ നമുക്ക് തരും. നമുക്ക് ഈ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഷെല്ല് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലുമ്മക്കായിന്റെ മീറ്റിന്റെ മേലെ കാണാം. അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിയും. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ ചേർത്തിയാലോ, ഒരു ഭയങ്കര ടേസ്റ്റി എൻഡിങ് ആയിക്കോട്ടെ. താങ്ക് യു ഗൈസ്, നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് കേട്ടതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ടേസ്റ്റി എൻഡിങ് ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. സൈനിങ് ഓഫ്. സീ യു.